Hey buddy, this is a song which is gonna be a massive hit of the year. Thank you. മാടിസത്താ മനുഷ്യൻ തിന്നാൻ തോല വച്ച് മേലം കെട്ടി അററ നാക്കമുക്ക 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 മാടിസത്താ മനുഷ്യൻ തിന്നാൻ തോല വച്ച് മേലം കെട്ടി അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 നാക്കമുക്ക. സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കറ്റല്ല പറഞ്ഞത്. പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒടിക്കണം, കാറ്റ് ഒടിക്കണം, കുറേശ്ശെ മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. കുഞ്ഞിനെ കൊടുക്ക വെക്കണ
സതീർത്യോ 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 കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി കണ്ടിരുന്ന ചമ്പരത്ത് റാഞ്ചി കൊണ്ടുപോയി തെക്കൊരു തൈമണലിൽ കൊണ്ട് ചെന്ന് വെച്ച് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ ധർമ്മേന്ദ്ര ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി, ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. മരിജ്വാനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാണ് താനെ നീ പടുമാവിൽ തൂങ്ങും കടവാവൽ പെണ്ണ് കൊതിയൂറും പഴമായി ഞാന് സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണ് ഭൂമി കറങ്ങി നിൽക്കുന്നു കുലുങ്ങി നിൽക്കുന്നു തല കുനിക്കുന്നു കടലിളക്കുന്നു തിളച്ചു നിൽക്കുന്ന ഉലുക്ക നീയടി പൊന്ന് Delulu, my delusional solulu. Baby poop and ഞാൻ still on you. Delulu, your traditional silabu. എന്നൊന്നും കണ്ടാലും I on you. Delulu, my delusional solulu. Baby poop and ഞാൻ still on you. Delulu, your traditional silabu. എന്നൊന്നും കണ്ടാലും I on you. நாட்டுக்கட்டை வசமா வந்து மாட்டிக்கிட்ட சொல்லி கூவுன்னு சேவல் குழம்புல கொதிக்கிறதே
എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இழுத்து போடு கையாலே உன்னோட ஒரு சுத்த உப்பு மூட்டை ஏறிக்கிற உன்னோட கண்ண பொதி கண்ணா மூட்டி ஆட வர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இழுத்து போடு கையாலே உன்னோட ஒரு சுத்த உப்பு மூட்டை ஏறிக்கிற உன்னோட கண்ண பொதி கண்ணா மூட்டி ஆட வர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா பாட்டி என் பொட்டல முட்டாயே சின்ன ரத்தின கொட்டாயே உன் குங்கும பொட்ட மேல வச்சாயே வாடா என் அம்புலி மச்சானே என்ன அம்புல தச்சானே என்ன கட்டி புடிச்சு உங்க வச்சானே ஏ நெஞ்சுக்குள்ள பூரா உன்ன சுமந்தாலும் வந்ததில்ல பாரம் என்ன இது மாயம் நெஞ்சுக்குள்ள பூரா உன்ன சுமந்தாலும் வந்ததில்ல பாரம் என்ன இது மாயம் നിന്നെ കുഴി കണ്ടപ്പോ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണൊന്നോടക്കി ചിരിക്കല പെണ്ണെ ചിരിക്കല പെണ്ണെ ചിരിക്കല 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 ചിരിമണി മുല്ലേ ചിത്തിര മുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി ചിരിക്കല്ല പെണ്ണെ കല്യാണി നിന്റെ പാറത്ത് പുള്ളി എന്നെ നീ കുടിക്കില്ല കണ്ണിലെ നിറ കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലിച്ചിട്ട് എന്നെ നീ കുടുക്കി അരയിലെ അരഞ്ഞണ മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്ക് എന്റെ മോഹങ്ങൾ നടപ്പൊട്ടി ഒഴുകുമ്പോൾ സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ വരുമോ. I just wanna love you ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ പുടിനക്കല വച്ചന തവളാടിക്ക മച്ചന പാത്ത് തിക്കരനെ മച്ചന പാത്ത് തിക്കരനെ മച്ചന പാത്ത് തിക്കര அடி எத்தனை சொப்பனம் உன்னா சேர்த்து ராவ பார்த்து விக்கிறேன்னு இந்த ராத்திரி பார்த்து விக்கிறேன்னு சொல்லமானே சித்தப்பு சிக்கனு சிக்கனு வாராலே 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 புத்தனு புத்தனு தாராலே வாராலே கட்டிக்க கரும்பு கொத்தன வாராலே வாராலே உசிர எடுத்து வச்சுக்க வாராலே. പൊളിച്ചേർത്തെ ട്രാക്ക് മാറ്റി
ஊரெல்லாம் விசிலு பறக்குதடா இது குத்தாட்டோ ராக்காட்டோ நீ கேளுடா ராக்குனா அங்க வெயிட்டுடா குத்துனா இங்க கெத்துடா ரெண்டுமே கலந்தா மாசுடா சே டோ ரே மீ ஃபா சோலாட்டிடோ ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா കാവിലെ തെന്നലെ നിന്ന ഞാൻ താമരത്താലിയിൽ തടവിലാക്കും കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും കാവിലെ തെന്നലെ നിന്ന ഞാൻ താമരത്താലിയിൽ തടവിലാക്കും കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും താഴ്വാരം നീലത്താഴ്വാരം അവിടെ കൂടി പാർക്കാൻ മഞ്ഞിൻ കൊട്ടാരം
பார்த்து விக்கிறேன்னு இந்த ராத்திரி பார்த்து வைக்கிறேன்னு சொல்ல மாட்டேனே சிக்கனு சிக்கனு வாராளே 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 முத்தனு முத்தனு தாராளே வாராளே அடிக்க கரும்பு கொட்டன வாராளே வாராளே உசிர எடுத்து வச்சுக்க வாராளே कहना ही क्या ये नैनिक अनजान से जो मिले चलने लगे मोहब्बत के जैसे ये सिलसिले अरमान ऐसे दिल में खिले जिनको कभी मैं न जानूं वो हमसे हम उनसे कभी ना मिले कैसे मिले दिल न जान अब क्या करें क्या नाम ले कैसे हुए बेपुकार रंग जाऊं रंग रंग जाऊं रे हाँ रे मैं तुझ पे मैं झल 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 जाऊं पिया बस तेरी मैं झूले
ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ കൂടി വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും കൂടി വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം തൂവലുകൾക്കുള്ളിൽ തല ചായ്ച്ചിടാം നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം തൂവലുകൾക്കുള്ളിൽ തല ചായ്ച്ചിടാം തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം സ്നേഹമേ പറയൂ സ്നേഹമേ കനിയൂ ജില്ല ജില്ല ദും ദും ജില്ല 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 ദും ദും ജില്ല ജില്ല കാനായിൽ നോക്കട എന്തെന്തൊരു ഘോഷമാ കല്യാണ വാദ്യഘോഷത്തോടെ നമ്മുടെ ചങ്കാമീശോയും അമ്മ മേരിയും ഉണ്ടേ ആ വിരുന്നിൽ മോദമായി കാനായിൽ നോക്കട എന്തെന്തൊരു ഘോഷമാ കല്യാണ വാദ്യഘോഷത്തോടെ നമ്മുടെ ചങ്കാമീശോയും അമ്മ മേരിയും ഉണ്ടേ ആ വിരുന്നിൽ മോദമായി ജില്ല 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 ദും ദും ജില്ല 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 ദും 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 ജില്ല 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 ദും ദും ജില്ല 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 ദും 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 ബിസി 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 ബിസിയാണേ കലവറക്കാരൻ ചൂടുള്ള സ്വാദുള്ള വിഭവങ്ങൾ ഓരോന്നും മേശമേൽ നിരത്തിടുന്നേ ബിസി 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 ബിസിയാണേ കലവറക്കാരൻ ചൂടുള്ള സ്വാദുള്ള വിഭവങ്ങൾ ഓരോന്നും മേശമേൽ നിരത്തിടുന്നേ നാട്ടാരും വീട്ടാരും ചെക്കനും പെണ്ണിനും ആശംസകൾ നേർന്നിടുന്നേ നാട്ടാരും വീട്ടാരും ചെക്കനും പെണ്ണിനും ആശംസകൾ നേർന്നിടുന്നേ ആകെ മുഴുവൻ ആഘോഷം എന്നുമെന്നും സന്തോഷം കൈകൊട്ടി പാടുന്നേ കൈവീശി ആടുന്നേ ജില്ല 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 ദും ദും ജില്ല 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 ദും 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 ജില്ല 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 ദും ദും ജില്ല 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 ദും 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 ദാനിയേലോ സിംഹക്കുഴിയിൽ വീണപ്പോൾ വെങ്ങായെന്ന് കരുതിയവരെല്ലാം
മാർത്തോമാനിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖാന തോരാമഴയത്താറുകളിൽ ആറാനകളൊഴുകും തോറാന. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലിഹായുടെ തിരുനാളിന്റെ മഹത്തായ സാംസ്കാരിക സായാഹ്നമാണ്. രാവിലെ മുതൽ എല്ലാവരും തിരക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ 6 അമ്മച്ചിമാർ. അങ്ങോട്ട് നോക്കിക്കേ, ചിലർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അമ്മച്ചിമാരാണെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്വന്തം കുക്കിംഗ് ടീം, അവർ താണ്ടെ അവിടെ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കുന്നു, ഒപ്പം റീൽസ് എടുക്കലും. നമ്മുടെ ഒരമ്മച്ചി കണ്ണാണെങ്കിൽ നമ്മുടെ മറ്റൊരമ്മച്ചി കാതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതെ, ഒരമ്മച്ചി CCTV ടവറിൽ നിന്ന് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരമ്മച്ചി വാർത്താ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്നത്തെ ദിവസത്തേക്കുള്ള ബ്രേക്കിംഗ് ന്യൂസ് തയ്യാറാക്കുന്നു. പിന്നെ ഞാനൊരു രഹസ്യം പറയാം, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നമ്മളിപ്പോൾ പൂട്ടിച്ചിരിക്കുക. കാരണം എന്താണെന്നോ, ഈ അമ്മച്ചിമാർ നമ്മളെ കാണാൻ ഇപ്പോഴേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കോന്നിക്കരയുടെ സ്വന്തം ബ്രേക്കിംഗ് ന്യൂസ് ത്രേസ്യാമ്മ അമ്മച്ചി ആൻഡ് ചെങ്ങനാശ്ശേരിയുടെ CCTV ടവർ ഈഗിൾ ഐ അന്നമ്മ അമ്മച്ചിയും. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നു മൂവാറ്റുപുഴയുടെ സ്വന്തം തീപ്പരി ശോശാമ്മ അമ്മച്ചി ആൻഡ് തിരുവല്ലയുടെ സ്വന്തം നോൺ സ്റ്റോപ്പ് റോസമ്മ അമ്മച്ചിയും. ഇനി വരുന്നത് കോട്ടയത്തിന്റെ സ്വന്തം ഫുഡ് ഇൻസ്പെക്ടർ മറിയക്കുട്ടി അമ്മച്ചിയും കണ്ണൂരിന്റെ സ്വന്തം നോട്ടിഫിക്കേഷൻ ക്യൂൻ ഏലിയാമ്മ അമ്മച്ചിയും. ദേ പ്രാർത്ഥന ബെല്ലടിച്ചു. ശോശാമ്മേ, മറിയക്കുട്ടി വാ, പ്രാർത്ഥന ചൊല്ലാം. എൻ്റെ പുണ്യാളാ, ഞങ്ങൾക്ക് മുട്ടുവേദന കൂടാതെ ഡാൻസ് കളിക്കുന്നതിനും താളം തെറ്റാതെ പാട്ട് പാടുന്നതിനും വീഡിയോ വൈറലാകുന്നതിനും വൈറലായില്ലെങ്കിലും കുറഞ്ഞത് ഞങ്ങളുടെ ബന്ധുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും 3 പ്രാവശ്യം ഫോർവേഡ് ചെയ്യപ്പെടാനുള്ള കൃപ തരണമേ. എടി ത്രേസ്യാമേ, ഇത് പ്രാർത്ഥനാ ബെല്ലല്ല, ഫയർ അലാറം. ഓടിക്കോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ റോസറി റോക്ക് സ്റ്റാർസ് അമ്മച്ചിമാർ. പ്രയറിലും സ്പീഡ്, ഓട്ടത്തിലും സ്പീഡ്. ഇനി ഈ 6 അമ്മച്ചിമാർ ഒരുമിച്ച് കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. ഈ അമ്മച്ചിമാർ പൊളിയാണ് കേട്ടോ. കാരണം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവരോട് എന്ത് ചോദിച്ചാലും ഇവർ പൊളി ഡാൻസിലൂടെയും പാട്ടിലൂടെയും മാത്രമേ നമുക്ക് ഉത്തരം തരത്തുള്ളൂ. അപ്പം നമുക്ക് ചോദ്യം ചോദിച്ചാലോ? അമ്മച്ചിമാരെ, ഇതാ പിടിച്ചോ ആദ്യത്തെ ചോദ്യം. അമ്മച്ചിമാരെ, നിങ്ങളുടെ കൗമാരം ഗ്ലാമർ ഇറയായിരുന്നോ അതോ ചാക്കോമാഷ് കണ്ടാൽ തീർന്നു ഇറയായിരുന്നോ? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ
ആദ്യത്തേത് വാമപ്പ് ആയിരുന്നെങ്കിൽ ഇനി രണ്ടാം ചോദ്യം ഫുൾ പവർ. കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ്. അമ്മച്ചിമാരെ, നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അപ്പച്ചന്മാരുടെ ആദ്യ റിയാക്ഷൻ അതെന്തായിരുന്നു? ചക്കട ചോള കണക്കിന് തൊടുത്തൊടുത്തൊരു കല്യാണി, തൊടുത്തൊടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. ചാട്ടുള്ളി മുന്ന് തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടറല് വയറെറിയണ് ഇടി കൊടുങ്ങണ് നെഞ്ചിലടി, ഇടി കൊടുങ്ങണ് നെഞ്ചിലടി. തകിൽ കൊട്ടിന് ചുവടു വെക്കുമ്പോ താളം പോണൊരു പോക്കടി, താളം പോണൊരു പോക്കടി. കാവടിക്കിടന്നാടനൊരു കാലിലകിയ ചേലില്, കാലിലകിയ ചേലില്. ചിരിയും ആവേശവും കൂടട്ടെ. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. അമ്മച്ചിമാരെ, മക്കളെയും മരുമക്കളെയും പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. ഇനി ഷോ ഒന്ന് ഫോർമൽ ആവുകയാണേ. നാലാമത്തെ ചോദ്യം ഇതാണ്. റെഡിയല്ലേ അമ്മച്ചിമാരെ? സ്നേഹത്തോടെ എല്ലാവരെയും സ്വീകരിക്കുന്ന സജി അച്ഛനെയും എല്ലാവരുടെയും ചങ്കായ ഫ്രാൻസിസ് അച്ഛനെയും മലയാളി സമൂഹത്തെ ഒരുമിച്ച് നയിക്കുന്ന ബ്രിട്ടോ അച്ഛനെയും സൗമ്യമായ പുഞ്ചിരി കൊണ്ട് ഹൃദയം കീഴടക്കിയ ജേക്കബ് അച്ഛനെയും കുറിച്ച് അമ്മച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത്? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല്. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണർപ്പേട്. ഇതുവരെ എല്ലാം സൂപ്പറായി. ഇനി ഈ അഞ്ചാമത്തെ ചോദ്യം കൊണ്ട് നമുക്ക് ഷോ ഒന്ന് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പച്ചമാർക്ക് പണിയാവും. അമ്മച്ചിമാർക്ക് മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മച്ചിമാരെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായ നമ്മുടെ ബഹ്റിൻ മലയാളി കത്തോലിക്ക സമൂഹവും ആയിരങ്ങളെ ഒരുമിപ്പിക്കുന്ന BMCCയുടെ അമ്പ് പെരുന്നാൾ, ഇതേക്കുറിച്ച് അമ്മച്ചിമാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാനോ പിണ്ടിയൊടിച്ചു വന്നേ, ആവോ ദാമാനോ പിണ്ടിയും കുത്തിയല്ലോ, ആവോ ദാമാനോ കൈത്തിരി കത്തുന്നല്ലോ, ആവോ ദാമാനോ ലോകത്തിൻ പൊൻവിളക്കേ. ഈ 6 അമ്മച്ചിമാർ ജപമാലയിലും പാട്ടിലും ഡാൻസിലും മാത്രമല്ല കേട്ടോ. ഫുട്ബോൾ ഇവരുടെ ഒരു വീക്ക്നെസ് ആണ്. കളി തുടങ്ങിയാൽ പിന്നെ ടിവിയുടെ മുന്നിൽ ആരാണ് പ്ലെയർ, ആരാണ് കോച്ച് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ബാക്കി എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. ജീവിതത്തിൽ വയസ്സ് കൂടാം, പക്ഷേ സന്തോഷം, കൂട്ടായ്മ, വിശ്വാസം, ചിരി അതിനൊരിക്കലും വയസ്സാകില്ല. എല്ലാവരും ചിരിക്കൂ, സന്തോഷിക്കൂ. ജീവിതം ഒരു മത്സരമല്ല, ആഘോഷമാണ്. അപ്പോൾ അടുത്ത വേദിയിൽ ഇതിലും വലിയ ചിരിയും എനർജിയുമായി വീണ്ടും കാണാം. Until then, we are signing off. The Jerusalem Zone Rosary Rockstars Ammachimar. Thank you. ഞാൻ ഹിമ. ഇനി എത്ര നേരം ഞാൻ ജീവനോട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഉദിച്ചുവരുന്ന തീഗോളങ്ങൾ എൻ്റെ നാടിനെ കവർന്നെടുക്കുമ്പോൾ
അതിലൊരുവളായി ഞാൻ പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കളും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കുഞ്ഞുടുപ്പുണ്ട്, അതെൻ്റെ ചിന്നുവിന് കൊടുക്കണം. ഞാൻ ഈ കത്തെഴുതുമ്പോൾ പുറത്ത് പൊട്ടിത്തെറികളുടെയും വെടിവെപ്പിൻ്റെയും മരണഭീതി കൊണ്ട് ഓടുന്ന മനുഷ്യരുടെയും ശബ്ദം എന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് ഈ കത്തെഴുതി പൂർത്തിയാക്കാൻ പറ്റുമോ അറിയില്ല. जीना जीना उड़ा गुलाल माही तेरी चुनरिया लहराए. जीना 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 रे उड़ा गुलाल माही तेरी चुनरिया लहराए. रंग तेरी रीत का रंग तेरी प्रीत का रंग तेरी जीत का है लाई लाई लाई. रंग तेरी रीत का रंग तेरी प्रीत का माई तेरी चुनरिया लहराए. जब जब मुझ पे उठा सवाल मारी तेरी चुनरिया लहराए. जीना जीना रे उड़ा गुलाल माई तेरी चुनरिया लहराई. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല അല്ലേ? എല്ലാവരും പറയും ഞാൻ എൻ്റെ അമ്മയെ പോലെയാണെന്ന്. എൻ്റെ കണ്ണും കാതും കവിളും എല്ലാം. എനിക്ക് വേദനിച്ച എൻ്റെ അമ്മയ്ക്കും വേദനിക്കും. ആ അമ്മയുടെ മുന്നിൽ വെച്ച ആ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ചാരമാക്കി കളഞ്ഞില്ലേ? എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് കൊതി തീർന്നിട്ടില്ല. എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ ചുട്ടുകൊന്നേ? அம்மா அம்மா நீ எங்க அம்மா, உன்னை விட்டா எனக்காரு அம்மா. தேடி பார்த்தேனே காணோம் உன்னை, கண்ணாம்பூச்சிய பாணி வெல்ல. தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க விட்டாயே. இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும், நான் பாடும் பாட்டுக்கு தாயே நீ உன் கண்கள் திறந்தாலே போதும். அம்மா அம்மா நீ எங்க அம்மா, உன்னை விட்டா எனக்காரு அம்மா. பிரிந்தாயே இன்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும், நான் பாடும் தாலாட்டு நீ தூங்க காதோரம் என்றென்றும் கேட்கும். ചിന്നു, നിങ്ങൾക്കറിയോ എൻ്റെ അനിത്യ നല്ല കുറുമ്പി കൊച്ച്. എന്നെ തല്ലും മാന്തും മുടി പിടിച്ചു വലിക്കും. പക്ഷേ എനിക്കിഷ്ടാട്ടോ. ഞാനില്ലാതെ ഒരു ദിവസം പോലും അവൾ ഉറങ്ങില്ല. ഇന്നവള് അവളുടെ ചേച്ചി അന്വേഷിച്ച് നടക്കുന്നുണ്ടാവൂലേ? അവസാനമായി അവളെന്നെ നോക്കി നിൽക്കുമ്പോ അവൾക്കറിയില്ലായിരുന്നു അവളുടെ ചേച്ചിനെ ഒരിക്കലും ഉണരില്ലായിരുന്നു എന്ന്. ചേച്ചി अभी मुझ में कहीं
बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी। कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा। हो अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी। വ്യക്തിവൈരാഗ്യങ്ങളും യുദ്ധവെറുകളുമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ കുഞ്ഞു മനസ്സുകളോട് നിങ്ങൾ എങ്ങനെ ക്ഷമ ചോദിക്കും? നിന്റെ നിഴലിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകലുകൾ പോലും ഭയം കൊണ്ട് ഇരുണ്ടതായി മാറി. നിന്റെ പ്രതികാരങ്ങൾക്ക് ബലിയായത് ചിരിക്കുവാൻ മാത്രം അറിയാവുന്ന വരും തലമുറ കൂടിയാണ്. സ്നേഹം കൊണ്ട് നദികൾ ഒഴുക്കേണ്ടിടത്ത് നിങ്ങൾ രക്തം കൊണ്ട് നേർച്ചാലുകൾ ഉണ്ടാക്കി. അതിൽ നിന്ന് നിങ്ങൾ എന്ത് നേടി? ഇത് പടപുറപ്പാട്, ആരോടെന്നറിയില്ല, ആയുസ്സിൻ വിധിയറിയില്ല, ആളുണ്ടൊരു തീനാളം, മൃഗബോധമുറഞ്ഞുളവായൊരു തീനാളം, അതിലെറിയുവതാരോ അതിലെറിയുവതാരോ. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല. യുദ്ധം ആര് ജയിച്ചാലും തോൽക്കുന്നത് നിരായുധരായ മനുഷ്യത്വം. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ വിലാപം അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ പിതാവിനെ, മകനെ, ഉറ്റവരെ, ഉടയവരെ നഷ്ടപ്പെടുന്നവരുടെ വേദന അറിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, വേദന കണ്ട് ആനന്ദിക്കാൻ നമുക്കിനി ആവില്ല. സമാധാനമുള്ള ലോകം അകലെയാവാതിരിക്കട്ടെ, മനുഷ്യത്വം തോൽക്കാതിരിക്കട്ടെ. കേരളത്തിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ തനത് കലാരൂപമാണ് മാർഗംകളി. AD 52
കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിത്തുപാകിയ വിശുദ്ധ തോമാസ് ലീഹായുടെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഈ കലാരൂപത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. പാരമ്പര്യത്തിൻ്റെ ചുവടുകൾ കൈവിടാതെ ഇന്നത്തെ തലമുറയുടെ ആവേശവും സ്റ്റൈലും ചേർത്തുവെച്ച് അല്പം വ്യത്യസ്തമായ ഒരു ന്യൂജൻ മാർഗം കളിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പഴയ ഈണവും പുതിയ താളവും ഒന്നിക്കുന്ന ഒരു നാടൻ ദൃശ്യവിരുന്ന്. കാൽവരി സോൺ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒരു ന്യൂജൻ മാർഗം കളി. അയ്യോ, ഈ പിള്ളേരിത് കൊളവാക്കുന്ന തോന്നുന്നേ. എന്നതാടി മറിയാമേ ഇത്? ഇത്ര നല്ല പ്രോഗ്രാമായിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നേ? ചുമ്മാതെയല്ല ആൾക്കാർ പറയണത് ഒരു മാർഗമില്ലാത്ത കളിയായി ഈ മാർഗം കളിന്ന്. എടി മറിയാമേ, നമുക്ക് ഈ സ്റ്റൈലൊന്നങ്ങ് മാറ്റി പിടിച്ചാലോ? മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ. നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ കാണാതവനെ കാണാൻ കൊതിക്കുന്നില്ലേ?
നസ്രാണി കോൽക്കളി എന്നത് കേരളത്തിലെ നസ്രാണി സമൂഹത്തിൻ്റെ വിശ്വാസവും പാരമ്പര്യവും നാടൻ കലയും ചേർന്ന ഒരു മനോഹരമായ കലാരൂപമാണ്. ഇത് ഒരു വിനോദ നൃത്തം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ചരിത്രവും ഐക്യവും പാരമ്പര്യവും പ്രകടിപ്പിക്കുന്ന കലാരൂപമാണ്. തലമുറകളിലൂടെ പകർന്നുവന്ന ഈ കല കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. ആയോധന കലയായ കളരിപ്പയറ്റിൽ നിന്നും രൂപം കൊണ്ട ഈ കലാരൂപം ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും വിശുദ്ധ തോമാസ്ലീഹായുടെ വരവും അനുസ്മരിക്കുന്ന ഭക്തിഗാനങ്ങളുടെ അകമ്പടിയോടെയാണ് അവതരിപ്പിക്കാറുള്ളത്. എല്ലാവർക്കും വിശുദ്ധ തോമാസ്ലീഹായുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് സർഗാത്മക അവതരണത്തിൽ എന്നും പുതുമ തേടുന്ന കാൽവരി സോണിലെ കൊച്ചു കൂട്ടുകാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നസ്രാണി കോൽക്കളി. വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. എൻ കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. 52 മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി.
പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കാതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തി വീഴ്ത്തി. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തി വീഴ്ത്തി. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. ഗലീലി സോൺ ലഘു നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ നാടകം ഇവിടെ ആരംഭിക്കുന്ന നാടകത്തെക്കുറിച്ച് രണ്ടു വാക്ക്. നാടകത്തിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ശബ്ദ നിയന്ത്രണവും വെളിച്ചപ്രകാശ നിയന്ത്രണവും. അതുകൊണ്ട് ഈ ഹോളിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ബെല്ലോടുകൂടി ഈ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. സഹൃദയരെ, സകല സൃഷ്ടികൾക്കും മേലും അധികാരമുറപ്പിച്ച മനുഷ്യൻ സൗരയൂഥങ്ങളെ കീഴടക്കാൻ വെമ്പൽ കൊള്ളുന്നു. ജീവന്റെ ഉറവ ഉടലെടുത്ത നാൾ മുതൽ അഹങ്കാരം എന്ന പൈശാചിക സ്വഭാവവും പിറവിയെടുത്തു. അഹങ്കാരത്തിൻ്റെ കൊടുമുടികളിൽ അടയിരിക്കുന്ന മാനവകുലത്തിന് നീതിശാസ്ത്രത്തിൻ്റെ സാരോപദേശവുമായി മനുഷ്യപുത്രൻ പ്രയാണം ആരംഭിച്ചു. അഹങ്കാരക്കോട്ടകളെ തച്ചുടച്ച ആ ശബ്ദം ദിഗന്ധങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. നിത്യസൗഭാഗ്യത്തിലെത്തിപ്പിടിക്കാൻ നീതിശാസ്ത്രങ്ങൾ അനുസരിക്കൂ. നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ. എളിമയാണ് വലിമയിലേക്കുള്ള മാർഗം എന്ന സന്ദേശവുമായി BMCC ഗലീലി സോൺ അഭിമാനപൂർവം സമർപ്പിക്കുന്നു പത്രോസിന്റെ കണക്ക് പുസ്തകം. आहि मां देव देवा
ഹലോ. ഹലോ, ഇത് സ്വർഗമല്ലേ? അതെ, ഞാൻ പത്രോസ് ലിഹായാണ്. ആ, പത്രോസ് ലിഹായാണോ? അതെ, എന്താ വിളിച്ചേ? എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 4 ദിവസമായി. അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പച്ചൻ്റെ ആത്മാവ് എവിടെയാണെന്ന് അറിയാതെ എല്ലാവരും ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അല്പസമയം വെയിറ്റ് ചെയ്യൂ, ഞാൻ നോക്കിയിട്ട് പറയാം. ഹലോ, എന്താ നിങ്ങളുടെ അപ്പച്ചൻ്റെ പേര്? മത്തായി. ഇവിടെ കാണുന്നില്ലല്ലോ, വീട്ടുപേരൊന്ന് പറയുവോ? കോത്താഴത്ത്. കോത്താഴത്ത് മത്തായി എന്നാ എല്ലാരും വിളിക്കണത്. ഏതായാലും ഇവിടെ എത്തിയിട്ടില്ല. 4 ദിവസമായെന്നല്ലേ പറഞ്ഞത്? വരണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനി നരകത്തിലെങ്ങാനും കാണുമോ? അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കൂ. ഇവിടെ നിന്ന് നരകത്തിലേക്ക് വിളിച്ച ലൈൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഒന്ന് സഹായിക്കാമോ? അങ്ങോട്ടൊന്ന് വിളിച്ച് ഒന്ന് അന്വേഷിക്കാമോ? ശരി ശരി. ഹലോ, ഇത് നരകമാണ്. ആരെയാണ് വേണ്ടത്? ആ ലൂസിഫറിന്റെ കയ്യിലൊന്ന് കൊടുക്കാമോ? ഹലോ, ഞാൻ ലൂസിഫർ. എന്തു വേണം? ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. 4 ദിവസം മുമ്പ് മരിച്ച മത്തായി കോത്താഴത്ത് അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഒരാൾ ഭൂമിയിൽ നിന്നും വിളിച്ചിരുന്നു. നോക്കി പറയാം. എടാ ചേത്താനെ, ആ ബുക്കിംഗ് എടുക്കൂ. കോത്താഴത്ത് മത്തായി എന്നൊരാൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ശരി ശരി, വളരെ സന്തോഷം. ഹലോ, ഔസേപ്പച്ചനല്ലേ? നിങ്ങളുടെ അപ്പച്ചൻ സ്വർഗത്തിലും എത്തിയിട്ടില്ല, നരകത്തിലും എത്തിയിട്ടില്ല. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലെങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം. ആ, വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് കേട്ടോ. വിശുദ്ധന്മാരും വിശുദ്ധകളും ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ അവരുടെ കൂടായിരിക്കും എന്റെ താമസം. ആരാ? എന്തു വേണം? ഞാൻ മത്തായി, കോത്താഴത്ത് മത്തായി. ഞാനേ നല്ല ഓട്ടം ഓടി. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ഇനി അങ്ങോട്ട് പ്രവേശിക്കാമല്ലോ അല്ലേ? ഒന്നവിടെ നിൽക്കൂ. ഓ, പുസ്തകം നോക്കണായിരിക്കും അല്ലേ? ആ, നോക്കിക്കോ നോക്കിക്കോ. നോക്കുമ്പോ കണ്ണു തള്ളിപ്പോവും. എന്നാ ഇനി ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ? അല്പതാമസമുണ്ട്. അതിന് ഇവിടെ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. തിരക്കല്ല പ്രശ്നം, ഇത് വായിക്കാൻ കഴിയുന്നില്ല. ആ, എന്ത് പറ്റി? ഒന്നും തെളിഞ്ഞിട്ടില്ല. അല്ല, നല്ല പേനയും മഷി ഉപയോഗിച്ച് എഴുതാൻ മേലായോ പത്രോസികായി? ഒരു ഉപകാരം ചെയ്യുവോ? ആ നന്മ പ്രവൃത്തികൾ ഒന്നുകൂടൊന്ന് പറയുവോ? ആ, പിന്നെന്നാ. പക്ഷേ എഴുതി കൈ കഴിക്കും കേട്ടോ. 1, 2, 10 വല്ലതുമാണോ? ഓ, ഇരട്ടി പണിയായി. എങ്കിലും പറയൂ. ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് എഴുതണം. കർത്താവിനെ ഞാൻ ഒരു മണി വാങ്ങിച്ചു കൊടുത്തു. മണിയോ? അറിയാമേലേ, പള്ളിമണി. നിം നിം നിം. അത് ശരി. ആ മണി മുഴങ്ങിയപ്പോ അതാ എന്റെ മണി മുഴങ്ങുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നല്ലേ? അതിനെന്താ, ഞാൻ കാശ് കൊടുത്തു വാങ്ങിച്ചതല്ലേ? കർത്താവിന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്?
അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? പിന്നെ പാവപ്പെട്ട ഒരാൾക്ക് പള്ളിയിൽ നിന്ന് വീട് വെച്ച് കൊടുത്തപ്പോ അതിന് സംഭാവന ഇനത്തിൽ ഞാൻ എത്രയാ കൊടുത്തതെന്ന് അതിൽ എഴുതിയിട്ടില്ലേ പത്രോസ്ലിഹായെ? തെളിഞ്ഞിട്ടില്ല. ഇതെന്തൊരു എഴുത്താ ഇത്? 10,000. ഓ, സംഭാവന നൽകിയവരുടെ പേരും മേൽവിലാസവും പള്ളി നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നില്ലേ? പിന്നില്ലാതെ ഇട്ടിരുന്നു. ഞാനാണ് ഏറ്റവും അധികം കൊടുത്തത്. നന്മ ചെയ്യുന്നവരുടെ കാര്യത്തിൽ ആരുടെയും പുറകിലാക്കുന്നത് എനിക്കിഷ്ടമല്ല. സംഭാവന കൊടുത്തവരിൽ ഒന്നാമനായപ്പോൾ സന്തോഷം തോന്നിയല്ലേ? പിന്നെ തോന്നാതിരിക്കുമോ? രൂപ 10,000 അല്ലേ കൊടുത്തത്? എന്നിട്ടും അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ. ഇനിയെങ്കിലും ഒരു നല്ല പേന ഉപയോഗിച്ച് എഴുതണ്ട പത്രോസ്ലിഹായെ. ഇവിടെ ഈ ഒരു പേന മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്നവരുടെ ഒക്കെ കാര്യങ്ങൾ ഈ പേന വെച്ച് തന്നെ എഴുതിയിട്ടുള്ളത്. ആരാ? പേരെന്താ? എന്റെ പേര് പാപ്പി. കടന്നു വരൂ. ഇതെന്ത് ന്യായമാ പത്രോസ്ലിഹായെ? ഞാനല്ലേ ആദ്യം വന്നത്. അയാൾ അവിടെ നിൽക്കട്ടെ. അത് മതി യജമാനനെ. തമ്പ്രാൻ കഴിഞ്ഞിട്ട് മതി എന്റെ കാര്യം. ഞാൻ ഇവിടെ നിന്നോളാം. താൻ ഇങ്ങോട്ട് മാറി നിൽക്ക. കർത്താവിന്റെ സന്നിധിയിൽ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ മത്തായിച്ച? പാപ്പി കടന്നു വരൂ. നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ശരി ശരി, പറയൂ, ഇനി എന്താ ഉള്ളത്? ഇനിയല്ലേ ശരിക്കും ഉള്ളത്. ഞാൻ കരിസ്മാറ്റിക്കായി. അതെന്താണ്? അത് കൊള്ളാമല്ലോ. അപ്പൊ ഇതൊന്നും അറിയത്തില്ലേ? ഇനിയിപ്പോ അതൊന്നും വിശദീകരിച്ച് നേരം കളയുന്നു. നന്മ പ്രവൃത്തികൾ മാത്രം പറഞ്ഞാ മതി. വചനം പ്രഘോഷിച്ചു. ഓ, അത് നന്നായി. ചിലപ്പോ വചനപ്രഘോഷണം നന്നായില്ലെന്ന് വിചാരിച്ച് ദുഃഖം തോന്നിയിട്ടുണ്ടല്ലേ? പിന്നെ തോന്നിയിട്ടില്ലേ? എത്ര ഒരുങ്ങിയാലും ചിലപ്പോ അങ്ങനെ. എന്തായാലും പൊതുവെ പറഞ്ഞ എന്റെ ക്ലാസ് അത്ര മോശമൊന്നും അല്ലായിരുന്നു. പിന്നെന്താ ഉള്ളത്? പ്രവചനം നടത്തിയിട്ടുണ്ട്. അതെ, അത് ശരിയായപ്പോ പലരും അന്തം വിട്ടിരുന്നിട്ടുണ്ട്. പ്രവചനങ്ങൾ നിറവേറാതെ ഇരുന്നിട്ടുമുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ വിഷമം വല്ലതും? പിന്നെ ഉണ്ടോന്നോ? കർത്താവിനല്ലേ അതിന്റെ നാണക്കേട്. എനിക്കും വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. രോഗശാന്തിയുടെ കാര്യവും ഇങ്ങനൊക്കെ തന്നെയാ. രോഗം മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്. മാറാതെ ഇരുന്നിട്ടുണ്ട്. മാറിയത് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. നാണക്കേടായല്ലേ? കർത്താവിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചുകൂടാ എന്ന് തോന്നി. ചിലപ്പോഴൊക്കെ. ശരി ശരി, ഇനി എന്തൊക്കെയാ ഉള്ളത്? ഞാനേ 10 വർഷമായിട്ട് പള്ളിക്കമ്മിറ്റിയിലെ സ്ഥിരം മെമ്പറാ. പിരിയണം എന്ന് തോന്നുമ്പോ എല്ലാവരും കൂടെ നിർബന്ധിച്ച് വീണ്ടും ആക്കും. പിന്നെ ഞാൻ ഓർക്കുമ്പോ ഈ നേതാവായിട്ടിരിക്കുക എന്നുള്ളൊരു സുഖമുള്ള ഏർപ്പാടാണ്. അത് ശരിയാ. അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഇപ്പോ അവിടെ വലിയ അനുശോചന യോഗമൊക്കെ നടക്കുകയാകും. അതൊക്കെ ഓർക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ടല്ലേ? പിന്നില്ലാതെ. നിസാര കാര്യമാണോ അത്? അല്ല, പുസ്തകം അടയ്ക്കുവാണോ? ഇനിയുമുണ്ട് ഒരുപാട് എഴുതാൻ. എഴുതുന്നതൊന്നും അങ്ങോട്ട് തെളിയുന്നില്ല. ഇതത്ര ശരിയായ ഏർപ്പാടല്ല കേട്ടോ പത്രോസിയായി. എന്റെ കാര്യം വരുമ്പോ മാത്രം ഈ തെളിയാതിരിക്കല്. ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. കർത്താവിന് വേണ്ടി എല്ലാം ചെയ്തെന്നല്ലേ പറഞ്ഞത്? പിന്നല്ലാതെ. അത് വേണ്ടിയിരുന്നില്ല. ഇതെന്തോ ഒരു വർത്തമാനമാ പത്രോസിഹായി. മത്തായി സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല.
കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അവിടുത്തെ കൈകളിൽ ഒരു ഉപകരണമായിട്ട് തീർന്നാ മതിയായിരുന്നു. അപ്പോ ഞാൻ പെട്ട പാടെല്ലാം വെറുതെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എഴുതിയതൊന്നും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്പതാമസമുണ്ട്. വിധിക്കുന്നത് ഞാനല്ലല്ലോ. മത്തായി കാത്തിരിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്പം വിശുദ്ധീകരണം ആവശ്യമുണ്ട്. കുറച്ചു കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയും. സമയമാകുമ്പോൾ വിളിക്കാം. ദാ അങ്ങോട്ട് പോയിക്കോളൂ. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എല്ലാം വെറുതെ ആയില്ലേ? പത്രോസിന്റെ കണക്ക് പുസ്തകത്തിൽ കയറി പറ്റണമെങ്കിൽ ഞാൻ കുറെ താഴോട്ട് ഇറങ്ങണമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ?